പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിച്ചതിന് നേരെ എതിരായി ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യുക? മടുത്തു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം അത്ഭുതം ചെയ്യുമെന്നും ദൈവം പ്രവർത്തിക്കുമെന്നും എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം മാറി മറിയുമെന്നും ഒരുപാട് പ്രതീക്ഷയും വിശ്വാസവും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഇതിനെതിരായി എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ്, ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അവരോട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു. നീ പ്രതീക്ഷിക്കാത്തത് നിന്റെ ജീവിതത്തിന്മേൽ സംഭവിക്കുമ്പോൾ അതിമഹത്വകരമായ ഒരു ദൈവപ്രവൃത്തി നിനക്കു വേണ്ടിയും നിന്റെ കുടുംബത്തിനു വേണ്ടിയും നിന്റെ മക്കൾക്കു വേണ്ടിയും കാത്തിരിക്കുന്നുണ്ട്. ഞാൻ വലിയ ദൈവിക നിയോഗത്തോടുകൂടെയാണ് ഇത് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ നീ വിശ്വസിക്കുന്നതിനെതിരെ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം വലിയ ദൈവമഹത്വം നിനക്ക് വേണ്ടി ഇറങ്ങുവാൻ വേണ്ടി പോകുകയാണ്. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവസാനം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന പകൽക്കാലമായിരിക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 2-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ നിന്ന് മോശയ്ക്ക് പ്രത്യക്ഷനായി. അവൻ നോക്കിയാലെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ആ മുൾപടർപ്പിൽ വെച്ചുകൊണ്ട് ദൈവം മോശയോട് സംസാരിക്കുവാനിടയായി തീർന്നു. ജീവിതത്തിന്റെ സകല ശുഭപ്രതീക്ഷകളും നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു മോശ. എനിക്കറിയാം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പാസ്റ്ററെ. സകലതും നഷ്ടപ്പെട്ട അനുഭവമാണ്. ഇനി ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല, ഇനി ഒരു സാധ്യതയില്ല എന്ന് പറയുന്ന ചിലർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരോട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഇല്ല, നിന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറി മറിയുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവം ചലിക്കുന്ന പകൽക്കാലമാക്കി ദൈവം ഇന്ന് പകൽക്കാലം മാറ്റുകയാണ്. നിനക്കു വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സ്പഷ്ടമായി സംസാരിക്കുകയാണ്. മോശ എന്ന വ്യക്തി വലിയ ദൈവിക പദ്ധതിയിലുള്ള വ്യക്തിയായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരൊക്കെ ഇങ്ങനെ വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജ്, ഈ ദൈവിക ദൂത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധിച്ചാലും വലിയ ദൈവിക പദ്ധതിയിൽ ഉള്ള വ്യക്തിയാണെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു പീരീഡായപ്പോൾ, ഒരു സെർട്ടൻ ടൈം ആയപ്പോൾ അവൻ ചിന്തിച്ചതിലും അവൻ പ്രതീക്ഷിച്ചതിലും എതിരായാണ് അവന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിച്ചത്. ചെറുപ്പം തൊട്ട് അവൻ കേൾക്കാറുള്ള വചനങ്ങളാണ്, അവൻ നീയാണ് ഇസ്രയേലിനെ മിസ്രൈമിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ദൈവം കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രതീക്ഷയോടുകൂടി തന്റെ ജനത്തിനെ കാണുവാൻ വേണ്ടി മോശ മിസ്രൈമിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നേരെ എതിരാണ്. ആമേൻ. സ്വന്തം ജനമെന്ന് പറഞ്ഞ ഇസ്രയേൽ ജനം ചിലർ അവനെതിരായി നിൽക്കുവാനിടയായി തീർന്നു. അതിന്റെ അവസാനം എന്ന് പറയുന്നത് അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുവാനിടയായി തീർന്നു.
ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇത് തന്നെയല്ലേ പറയുന്നത്? പക്ഷെ ഒരുപാട് പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ദൈവം പ്രവർത്തിക്കുമെന്നും ദൈവം ഇറങ്ങി വരുമെന്നും എന്റെ കടഭാരം മാറുമെന്നും എന്റെ രോഗം മാറുമെന്നും എന്റെ മക്കളുടെ ഭാവി നല്ലതായിരിക്കുമെന്നും ആമേൻ എന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, ഇതൊക്കെയായിരുന്നു എന്റെ സ്വപ്നം. എന്നാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം എതിരായി മാറുവാനിടയായി തീർന്നു. ഞാൻ വിശ്വസിച്ചതിന് എതിരായിട്ടാണ് ഇന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ദൈവിക നിയോഗത്തോടുകൂടി നിങ്ങളെ നോക്കിയും നിങ്ങളുടെ മക്കളെ നോക്കിയും നിങ്ങളുടെ കുടുംബത്തെ നോക്കിയും ഞാൻ പ്രവചിക്കുകയാണ്. ഇല്ല, സകല പ്രതീക്ഷകളും നീ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവം നിനക്കു വേണ്ടി ഇറങ്ങി വരും. അത്ഭുതത്തിന്റെ കരമായി ദൈവകരം നിനക്കു വേണ്ടി ഇറങ്ങി വരുവാനിടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിച്ചു വരുമ്പോൾ സ്തെഫാനോസ് തന്റെ മെസ്സേജ് പറയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: 40 സംവത്സരത്തിന്റെ അവസാനം അവൻ ഹേരോബോളം ചെല്ലുവാനിടയായി തീർന്നു. 40 സംവത്സരം മോശ ചിന്തിച്ചതിനേക്കാൾ അധികമായിരുന്നു അവന്റെ ജീവിതത്തിൽ അവർ കടന്നുപോയ പാത എന്ന് പറയുന്നത്. സകലതും നിരാശയായിരുന്നു. ഒരു തരത്തിലും അവന് മുന്നോട്ട് പോകാതെ വണ്ണം അവൻ അടയപ്പെട്ട വഴികളായിരുന്നു അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഹോരേബിലേക്ക് അവൻ കടന്നു ചെന്നപ്പോൾ അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവിക എൻകൗണ്ടർ അവനു വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഞാനിത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില ദൈവിക എൻകൗണ്ടറുകൾ നിങ്ങൾക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ നടക്കുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസം എന്ന് പറയുന്നത്. ദൈവം അവനോട് മുൾപടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനിടയായി തീർന്നു. അവൻ മോശയുടെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി അത് മാറുവാനിടയായി തീർന്നു. ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ്. എല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ, ദൈവത്തിന്റെ ചലനങ്ങൾ നിനക്കു വേണ്ടിയും നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കു വേണ്ടിയും ഇന്ന് പകൽക്കാലം അവൻ വെളിപ്പെട്ടു വരികയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവിക മഹത്വം നിങ്ങളുടെ ഭവനത്തിന്മേൽ ഇറങ്ങി വരിക. എല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് പുതിയ തുടക്കങ്ങൾ നൽകി തരുന്നവനാണ് എൻ്റെ ദൈവം. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ തുടക്കങ്ങൾ ഈ 2024 ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുകയാണ്. അത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ. മോശ അവിടെ നിന്ന് വ്യത്യസ്തനായൊരു ആളായിട്ട് അവൻ നേരെ കടന്നു ചെന്നത് അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സുപ്രീം പവർ എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ രാജാവായിരിക്കുന്ന ഫറവോന്റെ അടുക്കലേക്കാണ്. അവനെ ദൈവം ഹല്ലേലൂയ അവരുടെ ലീഡറാക്കി മാറ്റുവാനിടയായി തീർന്നു. അവൻ ഭയന്ന് ഓടിപ്പോയ മോശ അവൻ 35 ലക്ഷത്തെ ഹല്ലേലൂയ നയിക്കുന്ന രീതിയിൽ ദൈവം അവനെ ഉയർത്തുവാനിടയായി തീർന്നു. വെറും വിക്കനായ മോശയെ അതിശക്തമായ രീതിയിൽ ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നു. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ്. അവൻ എല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് എല്ലാം ഉള്ളവനെ പോലെ അധികാരവും മാനവും നൽകി തന്നുകൊണ്ട് നിന്നെ മാനിക്കുന്ന പകൽക്കാലമായിരിക്കും ഇന്നത്തെ പകൽക്കാലം. നീ വിശ്വസിച്ചതിന് എതിരായി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം മുഖത്തേക്ക് നോക്കുക, ദൈവത്തിലേക്ക് മാത്രം നോക്കുക. അവിടെ നിങ്ങൾക്ക് ദൈവിക എൻകൗണ്ടറുകൾ, മാറ്റത്തിന്റെ കാറ്റുകൾ, മാറ്റത്തിന്റെ അനുഭവം നിന്റെ ഭവനത്തിന്മേലും നിന്റെ മക്കളുടെ മേലും നീ എവിടെയായിരിക്കുന്നു അവിടെ മൊത്തം നിനക്ക് കാണുവാൻ പറ്റും. നീ കടന്നു പോകുന്ന ഈ പാത എന്ന് പറയുന്നത് ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? എന്റെ ദൈവം മഹത്വകരമായ ഒന്നിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ നീ ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത്.
ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം സ്പഷ്ടമായി സംസാരിക്കുന്നു. ഞാൻ ആത്മകണ്ണിൽ കാണുകയാണ്, ഏറ്റവും പുറകിൽ കിടക്കുന്ന ചിലർ മുന്നിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. അധികാരത്തിന്റെ വചനം നൽകിക്കൊണ്ട്, അധികാരത്തിന്റെ വടി നൽകിക്കൊണ്ട് പലതിനെയും നയിക്കത്തക്ക രീതിയിൽ ദൈവം ചിലരെ കൈക്ക് പിടിച്ചു ഉയർത്തുന്ന പകൽക്കാലമാണ് ഇന്നത്തെ പകൽക്കാലം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങൾ നിന്റേതാക്കി ദൈവം മാറ്റുകയാണ്. കർത്താവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സകലതും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് പുതിയതായ ചില തുടക്കങ്ങൾ ഈ ജനത്തിനു വേണ്ടി ദൈവം നൽകി കൊടുക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ നാളുകൾ നിങ്ങളുടെ നാളുകളാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.